സ്നേഹ, എന്താ ഇന്നത്തെ ദിവസം എന്തുകൊണ്ടാണ് ജോലിയിൽ നിന്ന് ചാടി സ്നേഹ പുറത്തു വന്നത്? സംതിങ് സർപ്രൈസ്? സർപ്രൈസ് ഉണ്ടേ, പറയിപ്പിക്കട്ടെ. അല്ല, ഞങ്ങള് എന്താ പറയുക, ഇതൊരു ഭയങ്കര മൈൽ സ്റ്റോൺ ആയിരിക്കും അല്ലേ ഈ വീഡിയോ? എന്താ കാരണം ഈ വീഡിയോ എപ്പോഴും നമ്മൾ റിമെമ്പർ ചെയ്യും. കണ്ടോ, നമ്മൾ സർപ്രൈസ് അല്ല, നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു മൊമെന്റിലേക്കുള്ള ഒരു പോക്കിന്റെ ഞങ്ങൾ ഇപ്പൊ അത് റിവീൽ ചെയ്യില്ല, നമ്മൾ റിവീൽ ചെയ്യും പടിപടിയായിട്ട് റിവീൽ ചെയ്യും. എന്തായാലും പടിപടിയായിട്ട് റിവീൽ ചെയ്യുന്നില്ല, ഒരു ദിവസം നമ്മളത് റിവീൽ ചെയ്യും. ഞങ്ങളുടെ ലൈഫിലെ ദ മോസ്റ്റ് പ്രഷ്യസ് മൊമെന്റുകളിൽ ഒന്നാണ് ഇപ്പൊ സംഭവിച്ച് തുടങ്ങിയിട്ടുള്ളത്. അത് ഇനി സ്നേഹ ഗർഭിണിയാണെന്നും ആരും പറയാം. വയറുള്ളതാണ്, അല്ലാതെ പ്രഗ്നന്റ് ഒന്നല്ല. പലരും വിചാരിക്കും ഇനിയിപ്പോ സ്നേഹന്റെ പ്രഗ്നൻസി റിവീലിംഗ് ആണെന്നുള്ളത്. അതൊന്നുമല്ല, വേറെ സാധനം അല്ലേ, വേറെ ഐറ്റം. ഓക്കെ, അപ്പൊ അതിന്റെ ടൈം ആകുമ്പോൾ ഞങ്ങളത് റിവീൽ ചെയ്യാം. അതിന്റെ തുടക്കത്തിലാണ് ഞങ്ങളിപ്പോ വന്നു വെക്കുന്നത്. അപ്പോ ഒരു അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായാലും കഴിയാൻ ഫസ്റ്റ് സ്റ്റെപ്പാണിത്. 10 ദിവസം, ഞാൻ മാക്സിമം 10-12 ദിവസം ഞാൻ പറയുള്ളൂ. അതിലുള്ള സാധനം സെറ്റ് ആവും. സെറ്റ് ആയി കഴിയുമ്പോൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇപ്പൊ ഞങ്ങൾ എന്താണെങ്കിലും ആ പരിപാടികളൊക്കെ തീർത്തിട്ടുണ്ട്. അതിന് വേണ്ടി കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ വേണം, ഞങ്ങൾ തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞങ്ങൾക്ക് പ്രിപ്പറേഷൻ ഗർഭ പ്രിപ്പറേഷൻ അല്ലേ. അപ്പൊ എന്താണെങ്കിലും ഉച്ചയായി, ഫുഡ് കഴിക്കട്ടെ. നല്ല കനത്ത മഴയാണ്. ഞാൻ ഈ ജോലിന്റെ ഇടയിൽ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നതാണ്. ഇമ്പോർട്ടന്റ് മാനേജർ എപ്പോ വരുന്നുണ്ട്, ഞാൻ വരാറുണ്ട് പോകുന്നതാണ്. ഇന്നലെ ഇതിന്റെ കാര്യമായിട്ടുള്ള പണി ഉണ്ടായിരുന്നത്. ഇന്നലെ എനിക്കൊരു റിലീസ് ഉണ്ടായിരുന്നു. അതിന് ശേഷം ജയിലിൽ നിന്ന് റിലീസ് ആയതല്ലോ കേട്ടോ, ഇത് ജോലിയിലുള്ള റിലീസാണ്. അപ്പൊ എന്താ പറയാ, അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ ഒന്ന് ഫ്രീ ആയതാണ്. അപ്പൊ ഞാൻ എന്റെ മാനേജറോട് ഞാൻ വരാണ്ട് ഇറങ്ങിയതാണ്. വർക്ക് ഫ്രം ഹോം കൊണ്ടുള്ള കുറച്ച് ഉപകാരങ്ങൾ. ഇനി ബാക്കി പറഞ്ഞതാ, ഇനി ബാക്കി ആ സർപ്രൈസ് അന്നത്തെ ദിവസം ഞങ്ങൾ പറഞ്ഞു. ആൻഡ് ഇപ്പൊ ബിരിയാണി വെച്ച് വീട്ടിൽ പോട്ടെ, എനിക്ക് വേറെ കുറച്ച് പരിപാടി. എനിക്ക് സ്നേഹ നല്ല ചൂട് ബീഫ് ബിരിയാണി. ഞാൻ സ്നേഹ ചൂട് ചിക്കൻ ബിരിയാണി സാധാരണ കറക്റ്റ് ഞാൻ കൂട്ടാത്തതാണ്, പക്ഷെ ഞാൻ സായി ഇവിടുന്ന് കഴിക്കാൻ കണ്ടപ്പോൾ ഞാൻ കഴിച്ചതാ. സ്നേഹ സാംകോല ബിരിയാണി ഉണ്ട്, അടിപൊളി. ഡോഗ്സിനെ കാണിക്കാൻ വേണ്ടി പറയണ്ടായിരുന്നു. ഞാൻ അതൊരു വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇന്നിപ്പോൾ അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ഞാനും സ്നേഹൻ്റെ വർക്കിനും പോയി. എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. നമ്മളെ മിഷ്ക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അമേരിക്കൻ പുള്ളീനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ കൊണ്ടുപോകണം, കോഴിക്കോട്. അപ്പോൾ അതിന് വണ്ടിയിൽ മാറ്റും ഒരു മറ്റേ ചെറിയൊരു ബ്ലാങ്കറ്റ് പോലത്തെ ഒരു സാധനവും വിരിച്ചിട്ടുണ്ട്. കാരണം ഇല്ലെങ്കിൽ അവരുടെ രോമം ഭയങ്കരമായിട്ട് ഇതിനകത്ത് കയറും. സോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മിഷ്കയ്ക്ക് ആക്ച്വലി പുറത്തിനൊരു ചെറിയൊരു ബെൻഡ് പോലത്തെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൊണ്ടുപോയി കാണിക്കണേ. അപ്പോൾ അവളെ ഇനി എടുത്തു കൊണ്ടുവന്ന് മെല്ലെ വണ്ടി കയറ്റണം. അപ്പോൾ അവിടെ വേറൊരാൾ വന്നിട്ടുണ്ട്. ഓടിക്കറിയോ വന്നിക്കുകയാണ് ഇതിൽ ചാടി കയറാൻ വേണ്ടിയിട്ട്. അവനെ കയറ്റാൻ പറ്റില്ല, അവനെ കയറ്റി കഴിഞ്ഞാൽ സീനാണ്. അപ്പുവാ വാടാ. രണ്ടാളും നല്ല ഓടിപ്പിടിച്ച് കച്ചറയിട്ട് നടക്കുകയാണ്. ഒരാളെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ, ബാക്കി ഞാൻ വഴി കാണിച്ചിടാം. ഗോയിങ് ഹോസ്പിറ്റൽ. ഊരിക്കോ? ഇല്ല കുഴപ്പമൊന്നുമില്ല. ആദ്യം ഹോസ്പിറ്റലിൽ പോയി വന്നിട്ടാ. എന്തടി ഇവിടെ എവിടെയാ പ്രശ്നം? പുറത്തല്ലേ? ഹിപ്പിനല്ലേ? അതായത് ഞാൻ ബിഗ് ബോസിലുള്ള ടൈമിൽ ആക്സ് പോയി, എൻ്റെ അമേരിക്കൻ അക്കീറ്റ, നിങ്ങളെല്ലാവരും കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് മിക്ക ഈ കാണുന്ന അമേരിക്കൻ പുള്ളി ഫീമെയിലാണ്. അപ്പോൾ ഇവക്ക് പുറത്ത് കൈൻഡ് ഓഫ് എന്താ പറയുക, എല്ലിനിടയിൽ പഴുപ്പോ ജോയിന്റ് സ്റ്റിഫ് ആവുന്ന രീതിയിലുള്ള, എനിക്ക് എന്ത് ഇവക്ക് വാദത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു പോകുന്നുണ്ട് എനിക്ക്. കാരണം ഇവള് ഭയങ്കരമായിട്ട് തണുപ്പെന്ന് മാറി വെയിലത്ത് പോയിരിക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മഴക്കാലമൊക്കെ ആയപ്പോൾ പിന്നെ 34 അത് നടക്കണില്ല. 6 വയസ്സായിട്ടുണ്ട്, 6+ ആയിട്ടുണ്ടാവും ഇവക്ക്. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇവരാണ് കൊണ്ടുപോയത്, ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ BB ഹൗസിനകത്തായിരുന്നു. ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് ഇവളുടെ ഈ ഒരു കണ്ടീഷൻ മനസ്സിലായത്. പിന്നെ അപ്പോൾ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. പിന്നെ ആൾ റെസ്റ്റിലായിരുന്നു കംപ്ലീറ്റ്ലി.
അപ്പോൾ ചെക്കപ്പിന് വേണ്ടിയിട്ട് രണ്ടാമത് കോഴിക്കോട് അരുമ പെറ്റ് സെൻറ്ററിൽ കൊണ്ടുപോവാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒന്ന് ഫ്രീ ആയി. അപ്പോൾ 8 മണി വരെ ഡോക്ടറുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ ഏകദേശം 5 മണിക്ക് മലപ്പുറത്ത് വിട്ടിട്ടുണ്ട്. 6-7 മണിയാകുമ്പോഴത്തേക്ക് എത്തും. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ എന്താണ് അപ്ഡേറ്റ്സ് എന്നുള്ളത്. ഇപ്പം അങ്ങനെ നടക്കാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം നടക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞാൽ നടക്കുന്നുണ്ടായിരുന്നില്ല, അവള് കംപ്ലീറ്റ്ലി റെസ്റ്റിലായിരുന്നു റൂമിൽ. ഇപ്പം അത്യാവശ്യം ചാടി ഇറങ്ങുന്നു, നടക്കുന്നു, കോണി കയറുന്നു, ഇറങ്ങുന്നൊക്കെ ഉണ്ട്. പക്ഷേ കുറേ ആയി കഴിഞ്ഞാൽ പെയിന് ശബ്ദം ഉണ്ടാക്കും. പാടുണ്ടോ? അല്ല, പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ചെയ്യുന്നുണ്ട് അവള്. ആദ്യം ചെയ്തില്ലല്ലോ. ഞാൻ വന്ന ടൈമിൽ കംപ്ലീറ്റ്ലി റൂമിലായിരുന്നു ആള്. 3 months റെസ്റ്റ് ആണ്. അല്ല, അവൾക്കും 3 months റെസ്റ്റാ. എന്നോടും 3 months റെസ്റ്റ് ആയിരുന്നു ഡോക്ടർ പറഞ്ഞത്. പക്ഷെ ഞാൻ ചാടി ഇറങ്ങി. എന്തോ ഒരു കണക്ഷൻ. 3 months റെസ്റ്റ് എന്നോടും പറയേണ്ടത്. എനിക്ക് മൂരയ്ക്കാണ് പ്രശ്നം, ഇവർക്ക് ഊരയ്ക്കാണ് പ്രശ്നം. ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ. എന്താണെങ്കിലും കൊണ്ടോട്ടെ. ഞാൻ ഇവിടെ പുറത്ത് വിഷ്വൽസ് ഒക്കെ പിടിച്ച് ഏതായിരുത്തം എന്തേ ഇതറി പുറത്തെന്തേലും കാണണ്ടോ? തലക്കെട്ട് എത്തിപ്പാളി നോക്കണ്ട കേട്ടോ. ആരാ എന്താന്നൊക്കെ. ഹോസ്പിറ്റലെത്തി ഇറങ്ങാ. എത്തി ഹോസ്പിറ്റലിലെത്തി. അരുമ 24 hours അല്ല അത്? 24 hours. ഞാനും അതേ കേട്ടോ. അതടിപൊളി. പെറ്റ്സിന് വേണ്ടി 24 hours ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ സെറ്റാണ്. ആളാ തുറന്നു കൊടുക്കടാ. ബാക്കിലടിക്ക്. ഇവളെ ഇറക്കിയിട്ട് ഡോക്ടറെ കാണിക്കട്ടെ കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്കും മഴ ചെയ്തുകൊണ്ട് 7 മണി എത്തിയപ്പോൾ ഇവിടുന്ന് കാണിച്ചിട്ട് തിരിച്ച് മലപ്പുറത്ത് വേണം. അത് കോഴിക്കോടാണുള്ളത്. കോഴിക്കോടല്ല, കോഴിക്കോട് നിന്നും കുറച്ച് പോരണം. അപ്പോൾ എടീ മിച്ചൂഷ് എന്നാലും കാണിക്കട്ടെ. കാണിച്ചിട്ട് ബാക്കി നോക്കാം. ഇതിന് മുമ്പ് ഉള്ളതിനേക്കാൾ സ്ട്രോങ് ആണോ? ഇത് ഓൾറെഡി ഉള്ള ആ ബോൺ ഇൻഫ്ലമേഷൻ നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി വരാതിരിക്കാൻ വേണ്ടിയാണ് പ്രിവെൻഷൻ. അപ്പോൾ ഇങ്ങനെ ഹൈക്ക് വീണ്ടും ചാടുന്ന സ്റ്റെപ്സ് കൂടുതലായിട്ട് വാക്കിംഗ് ഇസ് ഫൈൻ. വൈഡ് വാക്കിംഗ്. ചാടുന്നത് അതല്ല വേണ്ടത്. പുറത്താണെങ്കിൽ വാക്കിംഗ് എടുക്കും. ഹിപ്പിൻ്റെ എക്സൽ. ഇവിടുത്തെ മസിൽ സ്ട്രോങ് ആണ്. ഇവിടുത്തെ മസിൽ സ്ട്രോങ് ആണ്. തൊട്ടും കൂടെ ലൂസാണ്, ഇവിടെ ഹാർഡാണ്. സെറ്റ് സ്ട്രോങ് ആണ്. ബീഫ് കൊടുത്താൽ ബീഫ് കൊടുത്ത സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് കൊടുത്താൽ വെയിറ്റ് കൂടും. ഓൾറെഡി നല്ല വെയിറ്റ് ഉണ്ട്. ഇനി വെയിറ്റ് കൂട്ടിയ പണിയാണ്. ജിമ്മിൽ പോകണം. സാറിൻ്റെ കൂടെ ജിമ്മിൽ കൊണ്ടുപോകാം. ഇതാണ് നമ്മുടെ മിഷ്കുവിൻ്റെ എക്സറേ. ലാസ്റ്റ് വട്ടം വന്നപ്പോൾ പഴയ എക്സറേ. ഇപ്പം ഹിപ്പിൻ്റെ എക്സറേ എടുക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മളിപ്പോൾ എക്സറേക്ക് പോകും. എക്സറേ റൂമിൽ കുത്തിയിരിപ്പ് സമരം കാണണം. എനിക്ക് അതറിയോ? എക്സറേ റൂമിനകത്ത് കുത്തിയിരിപ്പ് സമരം അതറിയും. നേരത്തെ ഇരിക്കാൻ പറഞ്ഞാൽ 34 ഇല്ലില്ല. അപ്പോൾ അവിടെ ഇരിക്കുന്നു. ഞാൻ പൊന്തിയൊക്കെ അപ്പോൾ തല വെക്കും. ആ കിടന്നു. പാവം കിടന്നു. ഇല്ല ഞാൻ എക്സറേ എടുക്കാതെ ഇനി ഒരു പണിക്കും ഞാനില്ല. വെളിയുടെ എക്സറേ എടുക്കുന്ന ആളെ. വെള്ളം കുടിക്കുന്നില്ലേ? വെള്ളം വേണ്ടേ? വേണ്ട, വെള്ളം ഉറങ്ങായിരിക്കും. ഓക്കെ. അപ്പോൾ ഞങ്ങൾ മിഷ്കേനെ അവിടെ കാണിച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി ഒരു മാസം കഴിഞ്ഞിട്ടാണ് വിക്കുനെ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഫിസിയോതെറാപ്പി പ്ലസ് ലൈറ്റ് വാക്കിംഗ്, പിന്നെ വെയിറ്റ് ഒന്ന് 2 ആഴ്ച കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ്, പിന്നെ കുറച്ചൊന്ന് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് പൊതുവേ ഒരു വെയിറ്റ് കയറും. അമേരിക്കൻ പുള്ളി എന്ന് പറഞ്ഞ സാധനം മിക്കവാറും എന്താ പറയുക വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. പ്രത്യേകിച്ച് ഫീമെയിൽ വെയിറ്റ് ഗെയിൻ ചെയ്യും. മെയിലാണെങ്കിൽ വീണ്ടും കുറച്ചും കൂടി എന്താണ് വെയിറ്റിൻ്റെ കാര്യത്തിലൊരു ഇതുണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവളുടെ ഒരു ബ്ലഡ് ലൈൻ വെച്ചിട്ട് അത്യാവശ്യം എല്ലാവരും നല്ല വെയിറ്റുള്ള ആൾക്കാരാണ്. ഇവളുടെ പാരൻസിനൊക്കെ ഞാൻ കണ്ട സമയത്ത് പണ്ട് അത്യാവശ്യം നല്ല സൈസുള്ള ഇവളെ കുട്ടികളും നല്ല സൈസാണ്. അപ്പോൾ
എന്താണെങ്കിലും മഴയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ഇനി പുറത്തിറങ്ങിയിട്ട് ഇവിടെ ഓടിപ്പിക്കാനും അല്ലെങ്കിൽ ലൈറ്റ് വാക്കിംഗ് ആണെങ്കിൽ പോലും പണിയാണ്. പിന്നെ ഓടിപ്പിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡ് കൺട്രോളേ നടക്കും. അപ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്യാനുള്ള പരിപാടികൾ നോക്കണം. ഇവർ തിന്ന് അത്യാവശ്യം നല്ല ഫുഡ് എടുക്കുന്നുണ്ട്. ഫുഡ് കൺട്രോളിന് ശേഷം സീനായിരിക്കും അവർ. ബട്ട് സ്റ്റിൽ ഇപ്പോൾ അവരുടെ ഹെൽത്താണ് ഏറ്റവും വലുത്. പിന്നെ എന്താണെങ്കിലും കുറച്ച് ഫുഡ് കൺട്രോൾ ചെയ്ത് കൊടുക്കാനുള്ള പരിപാടികൾ നോക്കണം. ആൻഡ് ബീട്രൂട്ടോ, പംകിൻ ബീട്രൂട്ടൊക്കെയാണ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് സെറ്റാക്കി നോക്കണം. വെയിറ്റ് കുറഞ്ഞാൽ തന്നെ കുറേയൊക്കെ മസിലിൻ്റെ കാര്യം സെറ്റാവും. പിന്നെ ഏജ് കയറുന്തോറും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അത് ഈ പറഞ്ഞ പോലെ അടങ്ങിയ ഒരു സ്ഥലത്ത് ഇരിക്കുക എന്നുള്ളതാണ് മെയിൻ. 37 അതൊന്നും ചെയ്യുന്നില്ല. ഗേറ്റിൻ്റെ അവിടെ ആരെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ചാടി ഇറങ്ങി ഓടും. അവരവരുടെ ആ ഒരു പർപ്പസ് അവർ ചെയ്യുമല്ലോ. ഗാർഡിങ് എന്ന് പറഞ്ഞ സാധനം അവർ ചെയ്യാതിരിക്കില്ല. സോ ഇന്നെന്താണെങ്കിലും ആ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് പോയാൽ മതി. ഓക്കെ, ബാക്കി നോക്കാം. സ്വിമ്മിംഗ് ഒക്കെ പറയാൻ പറഞ്ഞു. സ്വിമ്മിംഗ് ഒക്കെ എങ്ങനെ ഇവിടെ നമ്മുടെ നാട്ടിലെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും പെറ്റ് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ പെറ്റ് ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ സ്വിമ്മിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക്. ഇവിടെ അതൊന്നും ഇല്ല. ഇനി നാട്ടിലുള്ള കുളത്തിലോ പുഴയിലോ കൊണ്ടുവിടാൻ പറ്റില്ലല്ലോ. ഇട്ട് കഴിഞ്ഞാൽ അത് വേറെ സീനായിരിക്കും. അതുകൊണ്ട് അത് നടക്കില്ല. അപ്പോൾ നടത്തി നോക്കാം, ഫുഡ് കൺട്രോൾ ചെയ്ത് നോക്കാം. ഓക്കെ, സീനൊന്നുമില്ല.